27 വയസ്സുള്ള ഒരു പയ്യനെ നടന്നു കയറി നടന്ന് 3 മണിക്കൂർ കൊണ്ട് മരിച്ച് മോർച്ചറിയിലോട്ടാ പോയത്. മോർച്ചറിയിലോട്ട് 27 വയസ്സുള്ള ഒരു പയ്യനെ നടന്നു കയറി പോയ പയ്യനെ ആദ്യമേ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യും. ആദ്യമേ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്യും. ആദ്യമേ പോയിട്ട് ഇവിടുത്തെ ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യണം സാറേ. എന്നിട്ട് വേണം അവരുടെ ബന്ധുക്കളെ അറസ്റ്റ് ചെയ്യാൻ. വിളിക്കേ, പോലീസിനെ വിളിക്കേ. അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ വരട്ടെ. എങ്കിൽ അറസ്റ്റ് ചെയ്യേ. അവനെ എന്തോ കൊടുത്തെന്ന് ചോദിച്ചപ്പോ പറയാൻ എന്തോ ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. എന്തോ 27 വയസ്സുള്ള ഒരു പയ്യനെ അവൻ എന്തോ ചികിത്സ നടന്നു കയറി പോയ പയ്യനെ ഡോക്ടർ ഉത്തരവാദിത്തം പറയട്ടെ. 27 ചെറുപ്പക്കാരനെ മരിച്ചു കിടക്കുന്നത്. ഡോക്ടർ സൂപ്രണ്ട് കൂടെ വരട്ടെ. അങ്ങനെ നോക്കട്ടെ. ഇവിടെ വരട്ടെ. നടന്നു കയറി വന്ന ഒരു പാവപ്പെട്ടവരുടെ ചികിത്സക്ക് നടന്നു കയറി വന്ന നടന്ന് 3 മണിക്കൂർ കൊണ്ട് മരിച്ച് മോർച്ചറിയിലോട്ടാ പോയത്. മോർച്ചറിയിലോട്ട് ഇത്രയും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം വഴി പോയിട്ട് ഒരു ആന്റിവനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ പിന്നെ ഇവനൊക്കെ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നടന്ന് ആശുപത്രിയിലോട്ട് വന്ന മനുഷ്യൻ 3 മണിക്കൂർ കൊണ്ടാണ് മോർച്ചറിയില്ല. അത് ചോദിച്ച വീട്ടുകാരനെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നു. ബന്ധുക്കളിനോട് അറസ്റ്റ് ചെയ്തോണ്ട് വന്നു. ഒന്ന് അറസ്റ്റ് ചെയ്തിട്ട് നാട്ടെ എന്താ വെള്ളരിക്കാ പറ്റണോ? ഇവിടെ ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ? കുറച്ച് സെക്യൂരിറ്റിമാര് വരുന്നവരെല്ലാം അടിക്കാനും തൊലിക്കാനും നിൽക്കുന്ന അല്ലാതെ ഇവിടെ ചോദിക്കാൻ പറയാനും ആരെങ്കിലും ഉണ്ടോ? ഇവിടെ സൂപ്രണ്ട് ഉണ്ടോ? നഗരസഭയുടെ ആരെങ്കിലും ഉണ്ടോ? ഇതെന്തോ ഇത്? ഇവിടെ ആരെങ്കിലും പ്രതികരിച്ച് അവനെ കള്ളക്കേസിൽ പെടുത്തുക. കുറച്ച് സെക്യൂരിറ്റിമാര് ഗുണ്ടായിസം കാണിക്കുക. സെക്യൂരിറ്റികളെ കൊണ്ട് കൈകാര്യം പോലീസ് വരട്ടെ. കാണണമല്ലോ. ആരത്തെ ചോദിക്കുന്നത്? 27 വയസ്സുള്ള ചെറുപ്പക്കാരെ കൊണ്ട് 4 മണിക്ക് പാമ്പ് അടിച്ചു കൊണ്ടുവരുന്നു. 4 കൂടെ കൊണ്ടുവന്നു. അടിച്ച പാമ്പിനെയും കൊണ്ടുവരുന്നു, എല്ലാത്തിനെയും കൊണ്ടുവന്നു. പിന്നെ പറയുന്നത് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ പറയുന്നത് ചെറുക്കം മരിച്ചതാണ്. ഇവര് ചോദിക്കുന്നത് ഞങ്ങൾ ആംബുലൻസ് വിളിക്കട്ടോ, തിരുവനന്തപുരത്ത് കൊണ്ടുപോട്ടോ. ഒന്നിനും മറുപടി ഇല്ല. ഇടയിൽ ഞങ്ങൾ ആരെ ചോദിക്കണം? ഞങ്ങളുടെ കൊച്ചു മരിച്ചത് ഞങ്ങൾ ആരെ ചോദിക്കണം? ഇവിടെ സൂപ്രണ്ട് ഉണ്ടോ? ആരുണ്ട്? ഡോക്ടർ ഉണ്ടോ? ആരുണ്ട്? ഒരു അറസ്റ്റ് ചെയ്തവരൊക്കെ അറസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. പോലീസിനെ അറിയോ എന്താ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു കൊച്ചു മരിച്ചു. നടന്നു കയറി വന്നൊരു പയ്യൻ. ഈ പയ്യൻ മരിച്ച് ഇവിടെ അവന്റെ ബന്ധുക്കൾ വന്നു. ഇവിടെ ഇന്ന് SI പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഏതാ സാറേ അറസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത്? ഞങ്ങളെ അറസ്റ്റ് ചെയ്യും. ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യാറില്ല. ഡോക്ടറിനെ അറസ്റ്റ് ചെയ്യും. നടന്നു കയറി വന്ന പയ്യനെ ഇവിടെ ചികിത്സ കൊടുക്കാനുള്ള സംവിധാനമില്ല. കൊടുത്തു. 27 വയസ്സുള്ള ചെറുപ്പക്കാരനാണ് വന്നത്. ചോദിക്കാനും പറയാനും ആരും പാമ്പിനെ കൊണ്ടുവന്ന ഒരു ആന്റിവനം കൊടുക്കാനുള്ള സംവിധാനമില്ലയോ? ഇവിടെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം മാത്രം ചെയ്യുന്നല്ലോ. ഇവിടെ സംവിധാനങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്താൽ സെക്യൂരിറ്റിയെ കൊണ്ട് ഇടിപ്പിക്കുക. ഇവിടെ ചികിത്സയില്ല, മരുന്നില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഇതെന്തോ സാറേ? ആരത്തെ ചോദിക്കണ്ടേ? നടന്നു വന്നൊരു ചെറുപ്പക്കാരൻ. എന്നിട്ട് പോലീസ് ഇവിടെ നിൽക്കുന്നവരെ ചോദിക്കുന്നതിനെ അറസ്റ്റ് ചെയ്യുമെങ്കിൽ ഒന്ന് കാണട്ടെ. സൂപ്രണ്ട് വരട്ടെ. സെക്യൂരിറ്റി വരുന്നവരും ചോദിക്കുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുക, അടിക്കുക, ചീത്ത വിളിക്കുക, കേസെടുക്കുക. എന്തോ ഗുണ്ടാപ്പണിയാണോ പോലീസിന്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ? അല്ല സാറേ, ഇതിന് ഉത്തരവാദിത്തം ഞങ്ങൾ സാധാരണക്കാരാ. മറ്റേ അക്രമങ്ങളൊന്നും കാണിക്കണമെന്നല്ലോ. അവരൊന്നും വിളിച്ചു വരുന്നത് ആശുപത്രിക്ക് ഒരു നാളില്ല, ഇതിനൊരു ഹെഡില്ല. ചോദിക്കുന്നവനൊക്കെ കൈകാര്യം ചെയ്ത ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പിന്നെ കുറവുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് എളുപ്പം കലാപം പറഞ്ഞ് അത് ക്രിട്ടിക്കൽ സ്റ്റേജാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആംബുലൻസ് തിരുവനന്തപുരത്ത് ഉണ്ടാകും. ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ അവർ കുറച്ച് ശ്രമിച്ചു. വേറെ ഒരു ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നപ്പോൾ പിന്നെ പറഞ്ഞ് അത് പിന്നെ വെന്റിലേറ്ററില്ല, ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് 2-3 ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഇപ്പം ക്രിട്ടിക്കൽ സ്റ്റേജ് അതുകൊണ്ട് പിന്നെ
ഇപ്പോൾ കൊണ്ടുവരക്കത്തില്ല. കൊണ്ടുവന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ പോയിരിക്കും. ഇതാണ് ആ സംഭവം. എനിക്ക് അന്നേരം ഞങ്ങൾ ഇറങ്ങി കൊണ്ടുപോകാനായിരുന്നു. അന്നേരം കൊണ്ടുവരുന്ന രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഇവരോട് ചോദിക്കുമ്പോൾ എന്തുവായിരുന്നു പറയുന്നത്? ചോദിക്കുമ്പോൾ അത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞ് സുഖമുണ്ട് കുറച്ച് സുഖമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ വെളുപ്പംകാലം പറഞ്ഞ് ക്രിട്ടിക്കലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ച് എല്ലാം പറഞ്ഞു. ആംബുലൻസ് അവർ കൊണ്ടുപോകാമെന്നെല്ലാം പറഞ്ഞു. പിന്നെ ആ ക്രിട്ടിക്കൽ കൊണ്ടുപോകത്തില്ല കാര്യം ആ സ്റ്റേ ഇതാണ്. പിന്നെ ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുറച്ച് നേരം ചെറുക്കം മേടിച്ചു. നമ്മളിവിടെ സംസാരിച്ചില്ലോ സാർ, ഞങ്ങളിവിടെ സൈലന്റ് ആയിട്ട് കൂട്ടം പിരിഞ്ഞോളൂ ഞങ്ങളെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ മനുഷ്യന്റെ ജീവന് വിലയുണ്ടോ ഇവിടെ? പിന്നെ എന്തിനാ ആശുപത്രി വരുന്നത്? പിന്നെ എന്തിനാ ഹോസ്പിറ്റലിൽ വരുന്നത്? ഡോക്ടറെ ഇവിടെ വരുത്തണം. അടുത്ത പാമ്പിനെ ഉൾപ്പെടെ കൊണ്ടുവന്നു. 10 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ ചെറുക്കൻ നടന്നു വന്നതാ. ഡ്യൂട്ടി ഡോക്ടർ ആരാ സാറ് ചോദിക്കുന്നത്? ചോദിക്കാനും പറയാനും ഇല്ലാത്തപ്പോഴാ തെരുവിൽ നിന്ന് പറയേണ്ടി വരുന്നത്, റോഡിൽ നിന്ന് പറയേണ്ടി വരുന്നത്. ഞങ്ങൾക്ക് സൂപ്രണ്ടിനെ കാണണം, ഇതിന് കാര്യം അറിയണം. ഇവിടെ നിൽക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. ഇവിടെ നിന്നിട്ട് ചോദിക്കുന്നവരെ ദാണ്ട് പറഞ്ഞു. അത് നടക്കത്തില്ല. പോലീസ് അറസ്റ്റ് ചെയ്തു പറഞ്ഞു. ഇവിടെ സാറേ പറയട്ടെ, ഇവിടെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ സാറേ? എന്തെങ്കിലും പറയാൻ പറ്റുമോ സാറേ? ഇവിടുത്തെ അനാസ്ഥയെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ പറയുന്നതും കേൾക്കുന്നത് ഒത്തിരി കേട്ടു, ഒത്തിരി പറഞ്ഞു. എന്താണ് നടപടി ഉണ്ടാവണം. ഇതിനെന്താണ് പറ്റിയെന്ന് അറിയണം. ഗുണ്ടാപ്പണി പോലീസിനില്ല. പോലീസിന് ഗുണ്ടാപ്പണി ഇല്ലാത്തോ? സൂപ്രണ്ട് ഇല്ലെങ്കിൽ സൂപ്രണ്ട് ചുമന്ന് ഉടുപ്പിട്ട അവരുടെ ബന്ധുണ്ടല്ലോ ആ ചേട്ടൻ. ആ ചേട്ടനെ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ കാണിച്ചു. ഞങ്ങൾ 11 മണിയോടെ ഇതുവരെ ആരും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഡോക്ടർ എന്താണ് ചാർജ്? സൂപ്രണ്ടുണ്ടോ ഡോക്ടർ ഇവിടെ? ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു മേഡം. ഇല്ലല്ലോ. ഞങ്ങളുടെ രാവിലെ ഉണ്ടായ സംഭവം അറിയാലോ. 4 മണിക്ക് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നടന്നു വരുന്നു. കടിച്ച പാമ്പിനെ കൊണ്ട് ഒരു പാമ്പ് കടിയേറ്റ് നടന്നു വരുന്നു. 3 മണിക്കൂറിന് ശേഷം അധികൃതർ പറയുന്നു ആ പയ്യൻ മരിച്ചു എന്ന്. മോർച്ചറിയിലാണ് പിന്നെ കാണുന്നത്. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഞങ്ങൾക്ക് 27 വയസ്സേ ആ ചെറുപ്പക്കാരനുള്ളൂ. ഒരു കൊച്ചുണ്ട്, 1.5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ഒരു ജീവൻ പൊലിച്ച സംഭവം ഇവിടെ സ്ഥിര സംഭവം ഇത്. ഇത് സെക്യൂരിറ്റി ഒന്നും നടക്കത്തില്ല. ഇതൊരു ഇരയെ കൊണ്ടിട്ടേക്ക് അവരെ ഒരു അധികാരികൾ വരാതെ ഡ്യൂട്ടി ചെയ്തുകൊണ്ട് ഡോക്ടറെ കൊണ്ടിട്ട് എന്താ പറയാ? മറുപടി പറയാൻ എന്താ പറയാ? ശരി മാഡം പറയും കാര്യം ബോധ്യമാണല്ലോ മാഡം. ഓക്കെ, ഞാൻ പറയട്ടെ. കാര്യം ആള് ഇവിടെ കാഷ്വാലിറ്റിയിൽ എത്തിയിരിക്കുന്നത് 4:50-നാണ്. ആള് വന്ന സമയത്ത് കടിച്ചത് ക്രേറ്റ് എന്ന് പറയുന്നത്. ക്രേറ്റ് അറിയാലോ, നമ്മുടെ ഞരമ്പിനെ ഇതൊക്കെ ബാധിക്കുന്നു, തലച്ചോറിനെ ബാധിക്കുന്നു, വളരെ പെട്ടെന്ന് ബാധിക്കുന്നു. അങ്ങനത്തെ ഒരു പാമ്പാണ് കടിച്ചിരിക്കുന്നത്. വന്നപ്പോൾ തന്നെ ആൾക്ക് അതിൻ്റെ എൻവയറമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ആൾ കണ്ടറിഞ്ഞ് പോവുക. ഓൾറെഡി റെക്കോർഡ്സിലെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ ആളുടെ അപ്പം തന്നെ ഐസിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രതിരോധ മരുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ ഈ ഞരമ്പിനെ അത് കുറയ്ക്കാനുള്ള നിയോസിറ്റിൻ എന്ന് പറഞ്ഞ മരുന്ന് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ASV എന്ന് പറയുന്നത് മറ്റേ ആൻറ്റി സ്നേക്ക് മരുന്നും അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. 10 വേളയിൽ സ്റ്റാർട്ട് ചെയ്യാം. പേഷ്യൻ്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സിൻ്റെ അടുത്ത് ആ സമയത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ കൺസേൺ എടുത്തിട്ട് തന്നെയാണ് മരുന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ പേഷ്യൻറ്റിനെ അപ്പം തന്നെ റെഫർ ചെയ്യുവാണെങ്കിൽ ആൾ ഓൺ ദ വേ ആണ്. മനസ്സിലായില്ലേ? അത്രയും ടോക്സിറ്റി ആയിട്ടാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ആൻറ്റി സ്നേക്ക് മരുന്ന്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും മെഡിക്കോളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ മരുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അത് നമ്മൾ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ആ മരുന്ന് ഇട്ടുകൊണ്ട് ആംബുലൻസ് വിടാൻ പറ്റില്ല. കാര്യം ആ മരുന്നെന്ന് പറയുന്നത് XX ബോർഡ് എന്ന് പറയും. ശരിക്കും റിയാക്ഷൻ വരുന്നതാണ്. ആ സമയത്ത് തന്നെ പേഷ്യൻ്റ് BP വരും, സിവിയറായിട്ട് അലർജി വരാം. അപ്പോൾ അതുകൊണ്ട് മോണിറ്റർ ചെയ്തിട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടർ കൂടെ നിന്ന് മരണം സംഭവിച്ച സമയം മരണം സംഭവിച്ചത് 5 മണിക്ക് 4 മണിക്ക് ആന്റിവനം കൊടുത്തതിന് ശേഷം പറയട്ടെ, ആന്റിവനം കൊടുത്തതിന് ശേഷം ബന്ധുക്കളോട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. ആന്റിവനം കൊടുത്തതിന് ശേഷം ഡോക്ടർ ബന്ധുക്കളോട് നേരിട്ട് പറഞ്ഞു ഒരു കുഴപ്പമില്ല. ആന്റിവൻ എത്ര നേരം വേണം? ആന്റിവനെ കൊടുത്ത് എത്ര നേരം വേണം? പാരസ്റ്റമോൾ ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ഒറ്റ വയലിൽ കൊടുക്കുന്നതല്ല, നമ്മൾ ട്രിപ്പ് ഇഞ്ചക്ഷൻ ആയിട്ട് 1.5 മണിക്കൂർ ആയിക്കോട്ടെ ഡോക്ടറെ, ഇഞ്ചക്ഷൻ ആണ്. ആയിക്കോട്ടെ. മരണപ്പെടുന്ന 4 മണിക്കൂർ ശേഷം അല്ലെങ്കിൽ 3 മണിക്കൂർ ശേഷം ഈ 4 മണിക്ക് വന്ന് പാമ്പെടുത്ത് വന്നാൽ 7 മണി വരെ അത് ആശുപത്രി പിഴവല്ല. അത് ഈ മരുന്ന് കൊടുക്കുന്ന ഇത്ര 3 മണിക്കൂർ വേണമെന്ന് മാഡം മാഡം കൈപ്പടൽ എഴുതരോ? മാഡത്തിന്റെ 3 മണിക്കൂർ വേണമെന്ന് എഴുതണം. ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു തരുമോ? കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ബന്ധുവാണ് കൊണ്ടുവന്ന ആളാണ് ഡോക്ടർ പറഞ്ഞു കണ്ണടങ്ങി വന്നെന്ന് പറഞ്ഞു.
പുള്ളി വന്നു ബൈക്കിൽ ഇറങ്ങി നടന്നാണ് അങ്ങോട്ട് കയറുന്നത്. നടന്നാണ് കയറുന്നത്. അതിനുശേഷം ആന്റിബയോട്ടിക് എടുത്തിട്ട് 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല കുഴപ്പമില്ല. എനിക്ക് 1.5 മണിക്കൂറിന് ശേഷം ബന്ധുക്കൾ പറഞ്ഞു ഇവിടെ പറ്റത്തിന് റെഫർ ചെയ്യാൻ പറഞ്ഞു. വീണ്ടും 1.5 മണിക്കൂർ അവർ പലതവണ പറഞ്ഞു റഫറി ഒരു 27 വയസ്സുകാരന് ജീവനിട്ടാണ് ഇവന്മാര് കളിച്ചതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു 27 വയസ്സുകാരന് ജീവനിട്ടാണ് ഇവന്മാര് ആ സമയത്ത് ഡ്യൂട്ടി ഡോക്ടർമാരൊക്കെ പറയും പേര് പറയും ഡോക്ടർ പേര് പറയും ഇവിടെ ഉണ്ടല്ലോ ഈ ഡോക്ടർ എന്താ മാഡം എന്തിന് മറച്ചു വെക്കുന്നു എന്തിന് മാഡം മറച്ചു വെക്കുന്നു ആ ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ ആരൊക്കെ പറയൂ ഡോക്ടർ അഞ്ജു ആണ് ഡ്യൂട്ടി ഉള്ളത്. മാത്രം വേറെ ഡോക്ടർ സന്തോഷം ഉണ്ടായിരുന്നോ സന്തോഷ് ഡോക്ടർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അപ്പൊ ഡോക്ടർ അഞ്ജുവിന്റെയും സന്തോഷിന്റെയും അനാസ്ഥ കൊണ്ടാണ് ഡോക്ടറിനെ അവർ പറഞ്ഞ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. കാരണം ഡോക്ടർ പറഞ്ഞു കണ്ണടച്ച് പേഷ്യന്റ് ആകെ പ്രശ്നമായിട്ടാണ്. അല്ല, അയാൾ നടന്നു കയറുമായിരുന്നു ഹോസ്പിറ്റലിലേക്ക്. രണ്ടാമത് ആന്റിബയോട്ടിക് കൊടുത്തതിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു.